അവനൊരു പ്രായപൂർത്തിയാവുന്ന ഏജ് വരെ അവൻ്റെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിച്ചേക്കുക. ബ്രഹ്മചര്യത്തിലിരിക്കുന്ന ഒരു കുട്ടിക്ക് എനർജി അവൻ റിലീസ് ആവും. ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകത ഡെഫിനറ്റ്ലി. ശരിക്കും ഈ ആത്മീയതയ്ക്ക് അസുഖം മാറ്റാനുള്ള ഒരു കഴിവുണ്ടോ? ആത്മീയതയിൽ അസുഖം മാറ്റാൻ കഴിവുണ്ട്, പക്ഷേ ചിറ്റയ്ക്ക് അടിച്ചൊന്നും മാറില്ല. ഇതെന്താന്ന് പറയാം. ഒരു വ്യക്തി വരുമ്പോൾ അസുഖം ഉണ്ടാവാൻ കാരണം ഒരു 70% അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. എത്ര ഭക്ഷണം കഴിക്കണം, എപ്പോൾ ഉണരണം, എങ്ങനെ ജീവിക്കണം, എപ്പോൾ ഉറങ്ങണം, ഏത് സമയത്തെല്ലാം ഭക്ഷണം കഴിക്കാം, എന്തെല്ലാം കഴിക്കാം, ഇതൊന്നും ആർക്കും അറിയില്ല. 70% ഫുഡ് നമുക്ക് വേണ്ടാത്തതാണ്. അപ്പം നമ്മൾ ഇന്ന് കൂടുതൽ കഴിക്കാനുള്ള കാരണം കോംപ്ലിക്കേറ്റഡ് മെമ്മറി കൊണ്ടാണ്. നമ്മളുടെ തോന്നൽ ഭക്ഷണമാണ് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ലക്ഷണം എന്ന് ഓർത്തിട്ടായിരിക്കുന്നത്. കുറച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണം. ഈ തടി കുറയ്ക്കാനൊക്കെ ആത്മീയതയിൽ വഴിയുണ്ടോ? എന്താ സംശയം? എതിരെ പറയല്ല, പക്ഷെ നമ്മൾ അമൃതാനന്ദമയിനെ നോക്കുകയാണെങ്കിൽ അമൃതാനന്ദമയി കുറച്ച് തടിച്ചിട്ടാണ് അല്ലേ. ഞാൻ അതിനെതിരെ ബോഡി ഷെയിം ചെയ്യുകയോ ഒന്നുമല്ല, ഞാൻ പറയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അമൃതാനന്ദമയി എന്ന് പറയുന്നത് ഒരു ആത്മീയ ആചാര്യയാണല്ലോ. പറയാം, ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇനിയിപ്പോ ഒരു 30 വയസ്സുള്ള ഒരാണ്, ലൈക്ക് മെച്ചൂർഡ് ആയ ഒരാണ്, ഒരു പെൺകുട്ടിയെ, ഒരു 25-26 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു, വീട്ടിൽ പറയുന്നു, വീട്ടുകാർക്കും സമ്മതമാണ്, എന്നിട്ട് ജാതകം നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. പ്രണയത്തിനാണ് നമ്മൾ ഊന്നൽ നൽകിയിരിക്കുന്നത് എങ്കിൽ പിന്നെ ജാതകത്തിന് പ്രാധാന്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി കുഴിയിലേക്ക് ചാടി ഇല്ലേ, നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചു. കുഴി എന്ന് പറയുന്ന പ്രണയത്തിനല്ല ഞാൻ പറയുന്നത്, ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ കിണറ്റിലേക്ക് ചാടി, പിന്നെ അവിടുന്ന് കയറിപ്പോരാനുള്ള മാർഗ്ഗമാണ് നോക്കേണ്ടത്. നമ്മൾ പ്രണയിക്കുക എന്ന് പറയുന്നത് നമ്മളെടുത്ത ഒരു ഹാർഡ് ഡിസിഷനാണ്. അത്ര വിൽ പവർ ഉള്ള ഒരുത്തൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കുകയാണ്, ഞാൻ ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്യുള്ളൂ. പിന്നെ ആ പെൺകുട്ടിയെ ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അവൻ്റെ ഡ്യൂട്ടിയാണത്. പിന്നെ അവിടെ അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരി ആര് പറഞ്ഞാലും അവൾ ഇട്ടേച്ച് പോവുകയല്ലാതെ അവന് ഉപേക്ഷിക്കാൻ പാടില്ല. ഇതൊരു പുരുഷൻ. അവൾക്ക് ഇട്ടേച്ച് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഇവർ രണ്ടുപേരുള്ള, എനിക്ക് എൻ്റെ സൈഡല്ലേ പറയാൻ പറ്റുള്ളൂ. രണ്ടുപേരും ചെയ്യേണ്ടത്, ഒരു സ്ത്രീക്ക് സ്ത്രീധർമ്മമുണ്ട്, അതായത് ഭാര്യാധർമ്മമുണ്ട്, ഒരു പുരുഷന് പുരുഷധർമ്മമുണ്ട്. അതൊരു വലിയ ചാപ്റ്ററാണ്, ചെറുതല്ലാതെ. അവർ രണ്ടുപേരും അതിനെ കൃത്യമായിട്ട് കാത്തു സൂക്ഷിച്ച് ആ സ്പേസ് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കലഹം ഉണ്ടാവില്ല. എപ്പോഴും ഈ പ്രണയ വിവാഹങ്ങൾക്ക് പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഏറ്റവും നല്ലത് മാത്രം കണ്ടിട്ടുണ്ടാവും. ഒരു ജീവിതം എന്ന് പറയുന്നത് ചെറുതല്ല, ഇതൊരു വലിയ കടമ്പയാണത്. അപ്പോൾ അതിനകത്ത് ആ ഗിവ് ആൻഡ് ടേക്കിനകത്ത് നമുക്ക് പല ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. പിന്നെ നമുക്ക് ഈ സ്നേഹിക്കാനൊന്നുമല്ല സമയം ഉണ്ടാവുന്നത്. ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തെ എൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഏൽക്കുക എന്ന് വെച്ചാൽ ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല, തമാശയല്ല അത്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും വൈകാരികമായിട്ട് ഇമോഷണലായിട്ടൊക്കെ ബിഹേവ് ചെയ്യേണ്ടി വരും. ഒരു കുടുംബമായിട്ട് ചേർന്ന് ഒരു അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ 2 കുടുംബങ്ങളുടെ സപ്പോർട്ട് കിട്ടുകയാണ്. നമ്മളുടെ പല ഫ്രസ്ട്രേഷൻസും നമ്മളുടെ കുടുംബത്തിലും നമ്മളുടെ സഹോദരന്മാരുടെ അടുത്തും കുടുംബത്തിലുമൊക്കെ ആയിട്ട് പറഞ്ഞും കളിച്ചും ചിരിച്ചുമൊക്കെ ആയിട്ട് തീർന്നു പോകും. ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടി നോക്കിക്കോ, ആ കുട്ടി ഇങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എനർജി കൂടുതലായിട്ട് ഇങ്ങനെ തുള്ളി ചാടി ഓടി മറഞ്ഞു കിടക്കും. എന്താ കാരണം? അവൻ്റെ എനർജി എവിടെയെങ്കിലും റിലീസ് ചെയ്യണം. അവനൊരു പ്രായപൂർത്തിയാവുന്ന ഏജ് വരെ അവൻ്റെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിച്ചേക്കുക. ബ്രഹ്മചര്യത്തിലിരിക്കുന്ന ഒരു കുട്ടിക്ക് എനർജി അവൻ റിലീസ് ആവും. ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യകത ഡെഫിനറ്റ്ലി. ബ്രഹ്മത്തെ ചരിച്ച് ജീവിക്കുക. അത് ഒരു കുട്ടി ജനിച്ചാൽ വിവാഹം വരെ വേണ്ട ഒരു കാര്യമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ്. അതിനകത്ത് നമ്മൾ വേറൊരു അർത്ഥം കാണണ്ട. അപ്പോൾ ബ്രഹ്മത്തെ, അറിവിനെ ചരിച്ച് ജീവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരിയാണ്, അമ്മയാണ്, പെങ്ങളാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ സമൂഹമാണ്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, സഹോദരന്മാരാണ്. ഇതൊക്കെ നമ്മുടെ ധർമ്മത്തിൽപ്പെടും, ബ്രഹ്മത്തിൽപ്പെടും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള ബ്രഹ്മചര്യമാണ് എന്നുണ്ടെങ്കിൽ ഒരാൾ മോശമാവില്ല. ഇപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളെ മാറ്റി വെച്ച് നമുക്ക് ആരോഗ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ചില ഈ ആത്മീയമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവർ പറയാറുണ്ട് ഈ പ്രാർത്ഥന ഒരു 10 വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറും. അല്ലെങ്കിൽ ഈ ലൈക്ക് ഒരുപാട് അങ്ങനത്തെ എക്സാമ്പിൾസ് ഉണ്ട്. ചില സ്വാമിമാർ ചവിട്ടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചവിട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് ഈ ഹാമർ എടുത്ത് അടിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഈ ഇടയ്ക്ക് ലൈക്ക് യൂട്യൂബിൽ കണ്ടതാണ്. ഏതോ നോർത്തിൽ എവിടെയോ ആണെന്ന് തോന്നുന്നു. ഇയാൾ ഹാമർ എടുത്ത് അടിക്കുവാ നട്ടലിൻ്റെ മുകളിലോട്ട്. അപ്പോൾ അസുഖം മാറുമെന്നും ഇവർ ഓടിച്ചാടി പോകുന്നുമുണ്ട്. മേ ബി അഭിനയിക്കുന്നതാവാം. പക്ഷെ അത്തരത്തിൽ ശരിക്കും ഈ ആത്മീയതയ്ക്ക് അസുഖം മാറ്റാനുള്ള ഒരു കഴിവുണ്ടോ? ആത്മീയതയിൽ അസുഖം മാറ്റാൻ കഴിവുണ്ട്, പക്ഷേ ചിറ്റയ്ക്ക് അടിച്ചൊന്നും മാറില്ല. ഇതെന്താന്ന് പറയാം. ഇത് മാറുന്ന രീതി പറഞ്ഞുതരാം. നമ്മളുടെ ഈ ശരീരത്തേക്കാൾ പവറുണ്ട് നമ്മളുടെ സൂക്ഷ്മ ശരീരങ്ങൾക്ക്. നമ്മളുടെ സൂക്ഷ്മ ശരീരങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ പിന്നെ പ്രപഞ്ചമാണ് നമ്മളുടെ ഉള്ള ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തെ ഒരു ദൃഷ്ടി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പർശനം കൊണ്ടോ ഏതെങ്കിലും ഗുരുവിന്
ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ രോഗം മാറും. രണ്ടാമത്തത്, ആ വ്യക്തിയെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ആ വ്യക്തിയുടെ രോഗം മാറ്റാൻ പറ്റും. രണ്ടാമത്തെ വിദ്യയാണ് നമ്മുടെ അടുത്ത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എത്ര വലിയ അസുഖമുള്ള ആളുകൾ വരാറുണ്ട്. ആ അസുഖങ്ങൾ മാറുന്നതിന് കാരണം എൻ്റെ അനുഗ്രഹം മാത്രമല്ല, അവിടെ അവരുടെ ഒരു പരിശീലനമുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി വരുമ്പോൾ അസുഖമുണ്ടാവാൻ കാരണം ഒരു 70% അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. എത്ര ഭക്ഷണം കഴിക്കണം, എപ്പോൾ ഉണരണം, എങ്ങനെ ജീവിക്കണം, എപ്പോൾ ഉറങ്ങണം, ഏത് സമയത്തെല്ലാം ഭക്ഷണം കഴിക്കാം, എന്തെല്ലാം കഴിക്കാം, ഇതൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അസുഖം വരാനുള്ള കാരണം പിടിയിട്ടില്ലേ? ആത്മീയ വഴിയിലേക്ക് വരുമ്പോൾ അവൻ്റെ ജീവിതത്തിനൊരു ചിട്ട വന്നു, അവൻ്റെ ജീവിതത്തിനൊരു ഫോക്കസ് വന്നു. തിന്നാനല്ല ജീവിക്കണമെന്ന് മനസ്സിലാവും. ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് മാറും. അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി മാറ്റുകയല്ല, അവൻ തനിയെ പരിവർത്തനം സംഭവിക്കുകയാണ്. അതായത് നമുക്ക് കഴിക്കാവുന്നതിൽ കൂടുതൽ ഭക്ഷണം നമുക്ക് കഴിക്കാൻ തോന്നില്ല. ഇന്നത്തെ രീതിക്കൊന്നും നമ്മൾ നോക്കി ഒരു കല്യാണത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ 2 അടിച്ചിട്ട് കല്യാണത്തിന് പോകും അല്ലേ? ഇത്തിരി കൂടുതൽ കഴിക്കാനാണെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ കണ്ടിട്ടില്ലേ? അതിൻ്റെ ആവശ്യം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണല്ലോ കൂടുതൽ. അപ്പോൾ ഈ വയറ് എന്ന് പറയണത് നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 30% മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇന്ന് കഴിക്കുന്ന നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഫുഡ് ഉണ്ടെന്ന് വിചാരിക്കട്ടെ, അതിൻ്റെ 30% എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 70% ഫുഡ് നമുക്ക് വേണ്ടാത്തതാണ്. അപ്പം നമ്മൾ ഇന്ന് കൂടുതൽ കഴിക്കാനുള്ള കാരണം കോംപ്ലിക്കേറ്റഡ് മെമ്മറി കൊണ്ടാണ്. നമ്മളുടെ തോന്നൽ ഭക്ഷണമാണ് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ലക്ഷണം എന്ന് ഓർത്തിട്ടായിരിക്കുന്നത്. കുറച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് ആരോഗ്യത്തിൻ്റെ ലക്ഷണം. ഇത് സ്വയം നമ്മളിലുണ്ടാവുന്ന പരിവർത്തനം കൊണ്ട് നമ്മൾ അങ്ങനെയായി മാറിയാൽ മാത്രമേ ഈ ഫുഡ് ക്രേവ് നമുക്ക് ഇല്ലാണ്ടാവുള്ളൂ. അമിത ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം നമ്മളിൽ നിന്ന് ത്യജിക്കപ്പെടുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. 90% അത് തന്നെയാണ്. അസുഖങ്ങൾ വരാൻ കാരണം ജീവിതശൈലി രോഗങ്ങളാണ്, അല്ലെങ്കിൽ ജീവിതശൈലിയാണ് ആ രോഗത്തിനുള്ള കാരണം. ഏകദേശം ഇന്ന് നെറ്റിലെടുത്ത് നോക്കിയാൽ 38ഓളം അസുഖങ്ങൾ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. തടി, അതായത് ഓവർ തടി. പിന്നെ ഈ തടി കുറയ്ക്കാനൊക്കെ ആത്മീയതയിൽ വഴിയുണ്ടോ? എന്താ സംശയം? നിങ്ങളിപ്പോൾ എന്നെ നോക്കുക, എനിക്ക് അമിത തടിയുണ്ടോ? ഇല്ല. അപ്പോൾ ഞാനൊരു 6 പാക്ക് ആയിട്ടിരുന്ന ഒരു വർക്കൗട്ട് ചെയ്യണ നല്ല വ്യക്തിയാണ്. എതിരെ പറയല്ല, പക്ഷെ നമ്മൾ അമൃതാനന്ദമയിനെ നോക്കുകയാണെങ്കിൽ അമൃതാനന്ദമയി കുറച്ച് തടിച്ചിട്ടാണ് അല്ലേ? ഞാൻ അതിനെതിരെ ബോഡി ഷെയിം ചെയ്യുകയൊന്നുമല്ല, ഞാൻ പറയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അമൃതാനന്ദമയി എന്ന് പറയുന്നത് ഒരു ആത്മീയ ആചാര്യയാണല്ലോ. പറയാം, ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അമൃതാനന്ദമയുടെ സ്പിരിച്വൽ പാത്താണ്, അല്ല മറ്റേ ഭക്തി മാർഗമാണ്. ഭക്തിയും സ്പിരിച്വാലിറ്റിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭജന, പ്രാർത്ഥന ഈ രീതിയിലാണ് പോണത്. ഇവിടെ നമ്മളെ സെൽഫ് കൺട്രോളിങ് എന്ന് പറയുന്നതിന് വളരെ ലിമിറ്റേഷൻസ് ഉണ്ട്. ആത്മീയത എന്ന് പറയുന്നത് പ്രപഞ്ച തത്വം അനുസരിച്ച് ഒരാൾ തനിയെ മാറിപ്പോവുകയാണ്, ഒരാൾ മാറ്റുകയല്ല. നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളെ നിയന്ത്രിക്കുന്നതും നമ്മളിൽ നിയന്ത്രണം വന്നു വിടുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ വണ്ടി എടുത്തോ, വണ്ടിയെ നമ്മൾ നിയന്ത്രിക്കുന്നതുകൊണ്ടാണ് ആ വണ്ടി നന്നായിട്ട് പോണത്. ആ വണ്ടിയെ വണ്ടി തന്നെ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പോവില്ല. അതിനകത്ത് എന്താണോ ഫീഡ് ചെയ്ത് വെച്ചാൽ അതുപോലെ പോവുള്ളൂ. പക്ഷേ ഈ തടി കുറയ്ക്കാനുള്ള മാനദണ്ഡം മെഡിറ്റേഷൻ പോലെയുള്ള കാര്യമില്ല. ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞില്ല. അമൃതാനന്ദമയി ആ അമ്മയുടെ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ പറയുന്ന ഇതിനെല്ലാറ്റിനെയും സ്പിരിച്വാലിറ്റി എന്നാണെങ്കിലും അവിടെ ഭജന, പ്രാർത്ഥനാ രീതികളാണ്. പ്രാർത്ഥന, ഭജന ഇതിനെല്ലാം നിസ്വാർത്ഥ ഭാവമല്ല ഉള്ളത്, ഒരു സ്വാർത്ഥ ഭാവമാണ്. അതായത് എനിക്ക് എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. സ്പിരിച്വാലിറ്റിക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞ സാധനമില്ല, എൻ്റെ കാര്യം നടക്കാനാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗുരുജിയുടെ അടുത്ത് മെഡിറ്റേഷന് വരുന്ന ഒരാൾ, ഇപ്പം ഞാൻ ഗുരുജിയുടെ അടുത്തേക്ക് മെഡിറ്റേഷന് വരികയാണെങ്കിൽ ഞാൻ വരുന്നത് എനിക്ക് മനസ്സമാധാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ വരുന്നത്. അതും എൻ്റെ സ്വാർത്ഥഭാവമാണല്ലോ. അത് സ്വാർത്ഥഭാവമാണ്. പക്ഷെ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ഭാവം മാറും. അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോഴും അത് തന്നെയല്ലേ? നമ്മൾ അമ്മയുടെ അടുത്തേക്ക് ആവശ്യത്തിന് ചെല്ലുന്നു, അവിടെ ഡിവോട്ടീവായി ചേരുന്ന ആരും പിന്നെ സ്വന്തം കാര്യങ്ങൾ നോക്കാനല്ല നിൽക്കുന്നത്. 100% പറഞ്ഞ് ശരി. ഞാൻ രണ്ടിൻ്റെ വ്യത്യാസം പറഞ്ഞെന്താ, തടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അവിടുത്തെ ഒരാളുടെ ഒരു ഫ്രെയിമിന് ഒരു ഇത്ര സൈസ് ഉണ്ടാവും, അത് മെലിയുന്നതിനൊരു രീതി കാണും. അമ്മയുടെ ഭക്ഷണ രീതി ഇപ്പോൾ ഒരു യോഗി ജീവിക്കുന്ന രീതിയിലായിരിക്കില്ല ഒരു പക്ഷേ അമ്മ ജീവിക്കുന്നു. ഒരു പക്ഷേ, ഞാൻ അണ്ടർലൈനിട്ട് പറയല്ല കേട്ടോ. അവർക്ക് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു യോഗി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവായിരിക്കില്ല. ഒരു യോഗിയുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു നേരം മതിയാവും. ഞാനീ പറഞ്ഞ 30% മതിയാവും.
അവർക്ക് ഭക്ഷണമല്ല പ്രാധാന്യമുള്ളത്, അവർക്ക് ധ്യാനമാണ് പ്രാധാന്യമുള്ളത്. ഒരാൾ നിരന്തരം ധ്യാനിക്കുമ്പോൾ അയാളുടെ ഭക്ഷണത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞു വരും. അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് ഈ പറയുന്ന എന്താ പറയുക, ബോഡി, അതായത് ഭക്ഷണം കഴിച്ചിട്ടുള്ള ബോഡിയിൽ വരുന്ന എക്സ്ട്രാ ഫ്ലഷ് ഒന്നും ഇല്ലാതെയാവും. കാരണം നമ്മൾ സ്വതവേ ചുരുങ്ങി വരും.